ഇതെന്താ ഒന്ന് വായിച്ചേ? മലയാളികള് തറകള്. സൂപ്പർ. ഇത് തുണിയില്ല ചെറ്റകള്. അടിപൊളി. ഇത് മലയാളി മലയാളി അലവലാദികള്. ശരിയാണോ? ആണോ? 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 ശരി, നിങ്ങൾ എഴുതിയിരിക്കുന്നതെല്ലാം സൂപ്പർ. അവര് വരുമ്പോ ഞാൻ സിഗ്നൽ തരും. താൻ ഉടനെ തിരികെ തീ കൊളുത്തണം. ഓ, അതെല്ലാം ഈ ടെസ്റ്റർ കണ്ടപ്പൻ ഏറ്റു. ആ അലമാരക്കകത്ത് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണോന്നോ? 200 ഗുണ്ട്, 5 അമിട്ട്, 4 ഗർഭം കലക്കി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പട്ടണമാത് പടാർന്ന് അവന്മാരെ അലമാരി പൊട്ടിച്ചെത്തറും. അവന്മാരെ പാന്റ്, ഷർട്ട്, ജെട്ടി, നിക്കർ എല്ലാം കത്തി അമർ. മാമിയുടെ മുന്നിൽ അവരെങ്ങനെ നിന്നോ ഇനിയുള്ള കാലം അവരങ്ങനെ നടന്നാ മതി. ഓക്കെ? ഓക്കെ. അങ്ങനെ നിങ്ങൾ വിലസണ്ട. മാറ്റിയിട്ടാണ് മാമി പേടിച്ചോന്ന് വെച്ച് ഞങ്ങളെ പേടിപ്പിക്കാന്ന് വെച്ചാ? இல்லையா? யாருல்ல? இல்லையான்னு பறஞ்சிரல்ல. ഞാനിവിടെ ഭദ്രമായി എത്തി. ഇല്ല, എന്നാരും കണ്ടിട്ടില്ല. നോ, വിഷം ചേർത്ത പായസം മാറിപ്പോയ പോലെ ഇത്തവണ സംഭവിക്കില്ല, ഉറപ്പാ. ആളെ മനസ്സിലായി. ദിനേശ് അവന്റെ അവസാനത്തെ രാത്രിയായിരിക്കുമെന്ന്. അവര് ഗേറ്റ് കടന്നു. 8 മണിക്കൂടെ പവർ കട്ടാ. കരണ്ട് പോയാ പിന്നെ 1 മിനിറ്റ് തികച്ചും വേണ്ട. ഇത് ബസ് സ്റ്റാൻഡാണ്. ബസ് എത്തിക്കാണ്. പക്ഷെ ആലപ്പുഴ ബസ് പോയാ? ഇത് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ റൂംസ് ആണിത്. എന്നാ ഒമ്മാരോട് ഇറങ്ങി പോവാൻ പറ. ഇത് പ്രതിമകളാ. ഏത് പ്രതിയുടെ മകളാ? പ്രതിയുടെ മകളല്ല, പ്രതിമകൾ. മലയാളി കള്ള് തറക്കള്ള്. അത് പരമാർത്ഥമാണ്. മലയാളി കള്ള് തറക്കള്ള. വേറെ എണ്ണം തുണിയില്ല ചെറ്റക്കള്ള്. തുണി കൊടുത്തിട്ടുണ്ടോ നോക്ക്. എന്നാലും നാണക്കേടല്ലേ. വല്ലതാ നീ ഒരു മുണ്ടെടുത്ത് കൊടുത്തേടാ. നിന്റെ വെച്ച് കൊടുക്കാല്ലോ, വേറെ എടുത്ത് കൊടുക്ക. തുറക്കാൻ പറ്റല്ലടാ. അകത്തേക്ക് തുറക്കണ്ട, പുറത്തേക്ക് തുറക്കടാ. ഞാൻ നമ്മുടെ വീടിന്റെ ഇതിന്റെ അകത്തൊരു പ്രതിമകൾ. ഇവനെന്തിനാ മാറി അലമാരയിലിരിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. വല്ലഭ, ഇവര് തുണിയില്ലാതെ നിക്കല്ലേ, അവരുടെ നമുക്കൊന്ന് വെളിയിലേക്ക് ഇറങ്ങാം. ഇതിലോടൊന്ന് പിടിച്ചടാ. പ്രതിമകളെ വാചാരി. പക്ഷേ മാത്രം മാലയില്ലടാ. ഒരു സമൂച്ചയുടെ മാല ഉണ്ട്. ഈ മാല ഞാൻ ഇവനെ ഇങ്ങനെ മാലയിട്ടപ്പോ കൈയടിച്ചതല്ലേ പറയണ്ടേ, അല്ലെങ്കിൽ പ്രതിമ ഞെട്ടിപ്പോകൂലേ? സോറി. ചോലപ്പടക്കം ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിക്കാൻ. മല ചേർത്തല്ലേ ആള്. എന്ത് ഇത്? ഈ പ്രതിമ ഇല്ലടാ. അതെന്താ? അഹിംസ. ഇത്ര വലിയ സിഗ്നല്ല. ശരി, അപ്പൊ നിന്റെ പണിയല്ലേ? അല്ലേടി, കേരളത്തിന്റെ വാതിലടക്കാൻ ആര് പറഞ്ഞു? മാമി ദിനേശിനെ കൊല്ലാൻ ഒരാള് കത്തിയോടെ മുറിയിൽ ഒളിച്ചിരിപ്പുണ്ട്. എന്നെ കൊല്ലാനാ? അതിന് ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഈ പിശാച. പടക്കം പൊട്ടിച്ച് ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാണല്ലേ? പ്ലാനൊക്കെ സൂപ്പറാ. എവിടെ നിന്ന് കിട്ടി 4 കോലങ്ങളെ? അയ്യോ, ഞാൻ പറയരുത് സത്യം. 4ാമത്തത് കോലല്ല, ഒരാളാ. അന്താള് ദിനേശിനെ കൊല്ലാനാണ് വന്നതെന്ന് ഫോണിൽ പറയരുത്, ഞാൻ കേട്ടതാ. ഏതായാലും ഒന്ന് അകത്ത് കയറി ചെക്ക് ചെയ്യാം. നീ കയറി. അത് വേണ്ട, അയാൾ എന്ത് വിചാരിക്കും? വാസ്തോട്ടം തന്നെ ചെല്ല് ചെല്ല്. അയാൾ എന്ത് വിചാരിക്കും? ഇവൻ പേടിയാണ്, ഞാൻ തന്നെ കയറി നോക്കാം. ആരാണ് അവിടെ കയറി വാണം വിട്ട് അറിയാം. ജനല പൊളിച്ചിരിക്കുന്നു.
വല്ലഭോ എടാ വല്ലഭ എന്റെ അമ്മേ, അയ്യോ വാ വാസേട്ടാ, എഴുന്നേറ്റോ, പച്ചവൻ, ഓടിക്കോ. പിടിച്ചോ, പിടിച്ചോ. എന്താണ് എന്താണ് ഞാൻ വിചാരിച്ചു അവൻ വന്നു വിചാരിച്ചു. ആര് വന്നെന്ന് വിചാരിച്ച് എന്റെ ദൈവമേ ഇതുപോലത്തെ പേടിച്ചു തുറന്ന അതെ, ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിലേ അത് നിന്റെ കാര്യത്തിലാ. ആഹാ ഇനി ഞങ്ങളോട് ചോദിക്കാതെ നീ അനങ്ങി പോരുത്. ആണാ സെക്യൂരിറ്റിയാ. നീ എന്തോന്നും മിണ്ടാത്തത്? നിങ്ങളല്ലേ പറഞ്ഞ അനങ്ങാൻ പാടില്ല അതായത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഓ പിന്നെ നിന്നെ അവിടെ നിന്നെ എങ്ങോട്ട് പോണ്? എന്റെ ദൈവമേ ഞാനൊന്ന് പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോണാ? ആ. ഒന്ന് പിടിച്ച് പാസോട്ടാ. അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇതൊരു ആയുധമായിട്ട് കാണണ്ട, നെല്ല് കുത്തുന്ന വെറും ഒരു ഒലക്കായിട്ട് സങ്കല്പിച്ചാ മതി. വെറും ഒലക്കാണെങ്കിൽ പിടിക്കാം. ആ നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പരമ്പോ അവനാ കുടുങ്ങുന്നത്. ആ ഒലക്കിങ്ങനെ അതായത് ഒന്ന് മാറി നിൽക്കടാ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ജോലിയുള്ളൂ അത്. ബാത്റൂം ചെക്ക് ചെയ്യണം. അത് താണ്ടാ നോക്ക്. കേറാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊരു മണ്ടനാ, കുനിന്ന് കയറിയാ പോരെ. സെക്യൂരിറ്റിയിൽ ഒരു നേരിയ പിഴവ് സംഭവിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഒരാൺതരി പോലും ബാത്റൂമിനകത്തില്ല. വെള്ളം ഉണ്ടടാ. പിന്നെ രാവിലെ അല്ലേ വെള്ളം? വെള്ളമൊക്കെ വൈകുന്നേരല്ലേ? എടാ പൈപ്പിൽ വെള്ളം ഉണ്ടെന്ന് നോക്കടാ. ഓ അടച്ചിട്ടിരിക്കുന്നു. ഉണ്ട്. ആരകത്ത്? ഞാനാ. ആ ഞാനാ. ഇതുവഴി രക്ഷപ്പെടാം. തുടങ്ങിയോ? തുടങ്ങാൻ പോണ്. ശബ്ദത്തിനൊരു വ്യത്യാസം. വേഗം ജോലി തീർക്കണം. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അയ്യോ ഇതെന്ത് തമിഴ്നാട് ബാത്റൂമാ? ഇതുവഴി രക്ഷപ്പെടാം. തല തോർത്തിക്കോളൂ, ജലദോഷം വരണ്ട. എന്തോ കുഴപ്പമുണ്ട്. സെക്യൂരിറ്റിയിൽ എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. വല്ലഭന് പുല്ലുവായുധമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചവിട്ടി തുറക്കണം. പക്ഷെ എന്റെ കയ്യിൽ പുല്ലില്ലല്ലോ. ഇടാ ഒലക്ക കൊണ്ട് ചവിട്ടി തുറക്കടാ പുല്ലേ. ഓക്കേ. കാണുന്നില്ലല്ലോ. ഇവനീ മുണ്ടൂരിട്ടെങ്ങാട് പോയി. ക്ലോസറ്റിൽ കാണാനില്ല. മുണ്ടനങ്ങണ്. കാലണങ്ങടാ. അയ്യോ ഇവന് താടിയുണ്ട്. ഇവൻ ദിനേശനല്ല. ആരാ നീ? അറബി പറയുന്നത് ബില്ലാദരാ. ഞാൻ ദിനേശനാ. നീ എന്തിനാണ് അകത്തൊക്കെ തലയിട്ട്? തല മാത്രം അപ്പുറത്ത് കഴുകാന്ന് കരുതി. അതിന് ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് അല്ല, ഇത് ബക്കറ്റാ. വല്ലഭാ ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റ് കൂടി ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റും ചെമ്പും മഗ്ഗും സോപ്പുപെട്ടിയും എല്ലാം ചെക്ക് ചെയ്യും. ആഹാ എടാ വല്ലഭ ഇങ്ങടറങ്ങടാ. എടാ ഇങ്ങടറങ്ങടാ. എടാ തല തമിഴ്നാട്ടിൽ കിടക്കും. എടാ ആ സൂക്ഷിച്ചിറങ്ങി. അയ്യോ വല്ലഭനവിടെ പോയി. കൊല്ലക്ക വല്ലഭനവിടെ പോയി. ഈ വല്ലഭൻ അങ്ങോട്ട് പോയി. വല്ലഭാ ചേട്ടാ ഒരു ചായ.